നിയമസഭയിലേക്ക് പോലും മത്സരിക്കാൻ യോഗ്യരായിട്ടുള്ളവരെയാണ് BJP കൗൺസിലറായിട്ട് തന്നെ രംഗത്തിറക്കിയിരിക്കുന്നത്. അതെ, അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മത്സരത്തിന് BJP ഒരു വലിയ മാനം നൽകിയിരിക്കുകയാണ്. ഇതിൽ CPM-ന് വല്ലാതെ വിറളി പൂണ്ടിരിക്കുകയാണ്. എന്തിനും ഏതിനും കയറി ഇടപെടുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ശ്രീലേഖയെ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ശ്രീലേഖ തിരുവനന്തപുരത്തെ BJP-യുടെ വളരെ പ്രസ്റ്റീജിയസ് സ്ഥാനാർത്ഥി തന്നെയാണ്. തിരുവനന്തപുരം നഗര ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് മത്സരിക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ചെളിവാരി എറിയലിലേക്ക് മാറുകയാണ് ഇപ്പോൾ CPM. അതെ, അതാണ് രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. ശ്രീലേഖ IPS അവർ കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ. എക്കാലം ജീവിതകാലം മുഴുവൻ അവർക്ക് അഭിമാനത്തിന്, കേരളത്തിലെ മുഴുവൻ വനിതകൾക്കും അഭിമാനത്തിന് ഇട നൽകുന്ന ഒരു സ്ഥാനം വഹിച്ച ഒരു മഹതി. അവരെ അഭിനന്ദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പുച്ഛിക്കുന്ന, അവഹേളിക്കുന്ന ശൈലിയാണ് മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ ചെയ്തു വരുന്നത്. ഇതിൻ്റെ ഒറ്റ കാര്യമുള്ള ഒരു രാഷ്ട്രീയത്തിൽ വന്നു എന്ന് മാത്രം. രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ളവരൊന്നും വരാൻ പാടില്ല, ഞങ്ങളെപ്പോലുള്ള ഏഴാം കൂലികളെ വരാവൂ എന്നുള്ളതാണ് ഇവരൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് എന്താണ്? ശവം മരിച്ചാൽ ശവത്തിന് കുളിപ്പിക്കാനായിട്ട് ഇവർ വരുമോ? ഇതിനേക്കാൾ വിചിത്രമായ വേറൊന്നും എനിക്ക് തോന്നി. ജില്ലാ സെക്രട്ടറി ശ്രീ ജോയ് ചോദിച്ചതാണ്, പട്ടി ചത്ത് കിടന്നാൽ കുഴിച്ചിടാനായിട്ട് ശ്രീലേഖ IPS വരുമോ? ഇവർക്ക് 10-25 പോലീസ് അകമ്പടിയോടൊക്കെ നടന്നിരുന്ന ഇവർക്ക് ഇതിന് വരാൻ കഴിയുമോ? ഇവരെന്താണ് ഒരു ജനപ്രതിനിധിയെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇതാണ് ഇവരുടെ നിലവാരം. ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് പട്ടിയെ കുഴിച്ചിടാനും ശവം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കാനും ഒക്കെ ഉള്ളതാണെന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവരുടെ നിലവാരം അതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് മന്ത്രിയായി കഴിഞ്ഞിട്ടും തങ്ങളുടെ യഥാർത്ഥ നിലവാരത്തിൽ നിന്ന് മുകളിലോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മന്ത്രിയുടെ ജോലി, ഒരു കൗൺസിലറുടെ ജോലി, ഒരു മേയറുടെ ജോലിയൊക്കെ എന്താണ്? ഇവിടുത്തെ സിസ്റ്റം ചലിപ്പിക്കുക. കോർപ്പറേഷൻ സിസ്റ്റത്തിൽ ആളുണ്ട്. പട്ടി എവിടെയെങ്കിലും ചത്ത് കിടന്നാൽ അതിനെ കുഴിച്ചിടാനായിട്ട് അവിടെ ആളുണ്ട്. ഒറ്റ ഫോൺ കോൾ കൊണ്ട്, ഒരു ഫോൺ കോൾ പോലും ഇല്ലാതെ ആ പ്രവൃത്തി അവിടെ അത് ചെയ്യാനുള്ളവനെ കൊണ്ട് ചെയ്യിക്കുന്ന ജോലിയാണ് ഒരു കൗൺസിലറുടേത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റേത്, മേയറുടേത് ഒക്കെ. അപ്പോൾ അതൊന്നും ഇവർക്ക് ചെയ്യാനും അറിയില്ല. സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞ് കരയാൻ നമ്മുടെ ആരോഗ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഒക്കെ കഴിയുന്നുള്ളൂ. സിസ്റ്റം ഫെയിലിയർ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? സിസ്റ്റം ചലിപ്പിക്കാൻ അറിയണം. സിസ്റ്റം ചലിപ്പിക്കാൻ അറിയണമെങ്കിൽ പട്ടിയെ കുഴിച്ചിടുന്നവനും ശവം കുളിപ്പിക്കുന്നവനും പറ്റില്ല. അതിന് ശ്രീലേഖ IPS-നെ പോലുള്ളവർ, അല്ലെങ്കിൽ അതേപോലെ ഈ സിസ്റ്റം ചലിപ്പിക്കാൻ പഠിച്ചവർ ഉന്നത സ്ഥാനത്തേക്ക് വരണം. അതുകൊണ്ടാണ് BJP അത്തരത്തിലുള്ളവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. ഈ സിസ്റ്റം ഒന്ന് ചലിപ്പിച്ച് ജനങ്ങളെ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയല്ല ഒരു മേയർ പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയല്ല ഒരു കൗൺസിലർ പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയല്ല ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവർത്തിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാനാണ് ശ്രീലേഖ IPS-നെ പോലുള്ളവർ അവർ സ്ഥാനത്ത്. അല്ലാതെ പട്ടിയെ കുഴിച്ചിടാനല്ല. പട്ടിയെ കുഴിച്ചിടാനും പുഴുത്ത എല്ലാം നശിപ്പിച്ച് കളയാനും ഇവിടെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഇന്നുവരെ ചലിപ്പിക്കാത്തത് കൊണ്ടാണ് നഗരം നമ്മുടെ 100 രൂപ വാങ്ങിച്ചിട്ടും മാലിന്യത്തിൽ നിന്ന് മുക്തമാകാതെ നിൽക്കുന്നത്. ഇതവർ പഠിച്ചിട്ടില്ല. എന്താ? ആശുപത്രിയിൽ രോഗി പോകുന്നു, ഓപ്പറേഷൻ സക്സസ്, പക്ഷേ അണുബാധ, ആൾ മരിച്ചു. ഇതല്ലേ നമ്മൾ കേൾക്കുന്നത്? ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നവനെ 3 ദിവസം കട്ടിലിൻ്റെ അടിയിൽ ഇട്ടിരുന്നു. അവസാനം മരിക്കുമെന്നുള്ള അന്തരീക്ഷമായി. അയാളുടെ നെഞ്ചിൽ മുഴുവൻ നീര് കെട്ടിക്കഴിഞ്ഞപ്പോൾ ഉടനെ ICU-ലാക്കുന്നു. അരമണിക്കൂറിനകം മരിക്കുന്നു. ഭാര്യയെ വിളിച്ച് പറയുന്നു, നിങ്ങൾ മാത്രമേ വന്നുള്ളൂ, ഒരു രഹസ്യം പറയാനുണ്ട്, ഞങ്ങൾ ICU-ലാക്കി നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, പക്ഷേ നിങ്ങളുടെ ഭർത്താവ് തട്ടിപ്പോയി. ഇത് പറയാനാണ് നമ്മുടെ മന്ത്രിമാരിയ്ക്കുന്നത്. ഇത് പറയാനാണ് നമ്മുടെ മേയർ ഇരിക്കുന്നത്. മേയറിന്ന് വലിയ കരച്ചിൽ കേട്ട് ഞാൻ. മേയർ കരയുന്നതെന്നറിയാമോ? ചോർന്നൊലിക്കുന്ന വീട്ടിൽ പിറന്ന ഞാൻ തിരുവനന്തപുരത്തിൻ്റെ മേയറായി എന്ന് പറഞ്ഞ് വികാരം കൊള്ളുകയാണ്. അത് എപ്പോഴാണ് വികാരം കൊള്ളുന്നേ? ആ കസേരയിൽ നിന്ന് പുറത്തുപോയി ആ കൊടിവെച്ച കാറിൽ നിന്ന് താഴെ ഇറങ്ങി നിന്നപ്പോൾ ആളുകൾ പുച്ഛത്തോടെ നോക്കാൻ തുടങ്ങി. ഇന്നലെ സല്യൂട്ട് അടിച്ചവൻ ആസനം തിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ മേയറമ്മയ്ക്ക് വേദന തോന്നിക്കാണും. അത് എപ്പോഴാണ് ഓർക്കേണ്ടത്? ഞാൻ ചോർന്നൊലിച്ച വീട്ടിൽ നിന്ന് വന്നവളാണെന്ന് ഓർക്കേണ്ടത്, സത്യപ്രതിജ്ഞ ചെയ്ത എന്ന് ഓർക്കണം, കസേരയിൽ ഇരുന്ന എന്ന് ഓർക്കണം, അവിടെ വരുന്ന ഓരോ ജനങ്ങളോടും തർക്കുത്തരം പറയുമ്പോഴും ഓർക്കണമായിരുന്നു. ട്രാൻസ്പോർട്ട് ഡ്രൈവറെ അസഭ്യം പറഞ്ഞ് അവനെ അടിക്കാൻ ചെല്ലുമ്പോഴും ഓർക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കസേര നഷ്ടപ്പെട്ട്, കൊടി നഷ്ടപ്പെട്ട്,
ആളുകളുടെ ആക്ഷേപ കഥാപാത്രമായി മാറുമ്പോൾ ഓർത്തിട്ട് കാര്യമില്ല. ഞാൻ ചോർന്നൊലിച്ച വീട്ടിൽ നിന്ന് വന്ന് ജനങ്ങൾ എന്നെ മേയർ എന്ന വലിയ പദവിയിൽ എത്തിച്ചു എന്ന് പറഞ്ഞ് ഇപ്പം എനിക്ക് ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് വികാരം കൊണ്ടിട്ട് കാര്യമില്ല. ഒന്നുമില്ലാത്തൊരു ദിവസം വരുമെന്ന് എല്ലാവരും ഈ ജനാധിപത്യ സംവിധാനത്തിൽ മനസ്സിലാക്കിയിരിക്കണം. ഇന്നത്തെ പ്രധാനമന്ത്രി മുതൽ പഞ്ചായത്ത് മെമ്പർ വരെയുള്ള എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ കസേരയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇറങ്ങിക്കൊടുക്കുമ്പോഴും വില വേണമെങ്കിൽ എന്ത് വേണം? ഇരുന്നപ്പോൾ അന്തസ്സായി പ്രവർത്തിക്കണം. ഇരുന്നപ്പോൾ ഈ സിസ്റ്റം നേരെവേ പ്രവർത്തിപ്പിക്കണം. അതിനറിയാത്തവരാണ് പറയുന്നത് പട്ടിയെ കുഴിച്ചിടലാണ് ജനപ്രതിനിധിയുടെ ജോലി, ശവം സോപ്പിട്ട് കഴുകലാണ് ജനപ്രതിനിധിയുടെ ജോലി. ആരാ പറയുന്നത്? ഇവിടെ MLA ആയിരിക്കുന്ന ആള്, പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ആള്, MP ആയിട്ട് പാർലമെന്റിലേക്ക് നമ്മൾ അയക്കാൻ മത്സരിച്ച ആള്, ഏതാനും ചെറിയ വോട്ടുകൾക്ക് അടൂർ പ്രകാശ് ജയിച്ചുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ പട്ടിയെ കുഴിച്ചിടേണ്ട ആള് പാർലമെന്റിൽ പോയിരുന്നത് പറഞ്ഞേനെ. ഒരു MP-യുടെ ജോലി പട്ടിയെ കുഴിച്ചിടുക എന്നതാണ് എന്ന് അവിടെ ഇരുന്ന് പറഞ്ഞ് ആളെ കൊണ്ട് ചിരിപ്പിച്ചേനെ. വേറെ ചിലർ ചിരിപ്പിക്കുന്നുണ്ട്, നഴ്സറി റൈംസ് ചൊല്ലിക്കൊണ്ട്, അല്ലേ? ഇംഗ്ലീഷിൽ സംസാരിച്ചേ പറ്റുള്ളൂ, മലയാളം ആർക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ നഴ്സറി റൈംസ് ചൊല്ലിയാണ്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ കേരള, കേരള ഈസ് എ ഗ്രേറ്റ് കൺട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് റൈംസ് ചൊല്ലുകയാണ്, നഴ്സറി റൈംസ്. അപ്പോൾ ഇത്തരത്തിൽ നിലവാരമില്ലാത്തവരെ മാറ്റി നിലവാരമുള്ളവരെ പ്രതിഷ്ഠിക്കാനായിട്ടാണ് BJP കേരളത്തിൽ ഒരു പരീക്ഷണം നടത്തുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. പക്ഷേ ക്വാളിറ്റി ചേഞ്ച് ചെയ്യാൻ ശ്രീലേഖ എന്തുകൊണ്ടും ഒരു മികച്ച കാൻഡിഡേറ്റ് ആണ് BJPയെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്നത്. ശ്രീലേഖ മാത്രമല്ല, അതിനകത്ത് വന്നിരിക്കുന്ന എല്ലാവരെയും നോക്കൂ, നിങ്ങൾ ഓരോരുത്തരെ എടുത്ത് നോക്കൂ. എന്നോട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കാഷ്വലായിട്ടൊരു കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, CPM ഒക്കെ നല്ല ഉഗ്രൻ സ്ഥാനാർത്ഥികളായിരിക്കും നിർത്തുക, അത്തരത്തിൽ മികച്ച സ്ഥാനാർത്ഥികളല്ലെങ്കിൽ ഇവിടെ നഗരസഭ പിടിക്കാമെന്ന് അങ്ങ് വ്യാമോഹിക്കേണ്ട എന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ പറയൂ. സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും സ്ഥാനാർത്ഥികളെ ഇറക്കുന്നതിൽ മികച്ച സ്ഥാനാർത്ഥികളായിരിക്കും. ഇന്ത്യയിൽ മറ്റേത് സ്ഥലത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് സ്ഥാനാർത്ഥികളെ ഇറക്കുന്നതിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥികളെ ഞാൻ ഇറക്കും. കേരളത്തിലുള്ളതിലേക്ക് ഏറ്റവും ബെസ്റ്റ്, തിരുവനന്തപുരത്തുള്ളതിലേക്ക് ഏറ്റവും ബെസ്റ്റിനായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുന്നത്, നമുക്ക് എടുക്കാൻ പറ്റുന്നവരെ. അതാണ് അദ്ദേഹം ചെയ്തത്. കേരളത്തിലെ, ഇന്ത്യയിലെ സ്ത്രീകളുടെ മുഴുവൻ അഭിമാനമായ ആദ്യത്തെ IPS കാരി എന്നുള്ള പേരെടുത്ത ഒരു സ്ത്രീയാണ് ഇവരെല്ലാം അധിക്ഷേപിക്കുന്നത്. പട്ടിയെ കുഴിച്ചിടാൻ അറിയില്ല. പട്ടിയെ കുഴിച്ചിടുന്ന പണിയല്ല ഇവിടുത്തെ കൗൺസിലറുടേത്, ഇവിടുത്തെ മേയറുടേത് എന്ന്, അല്ലെങ്കിൽ മന്ത്രിയുടേത്, MLA-യുടെ MP-യുടെ എന്ന് പഠിക്കാത്തവരാണ് ഇത് പറയുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. ഞാൻ ആരാണ് എന്ന് ജനങ്ങൾക്ക് അവർ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ ഈ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല ജനപ്രതിനിധി എന്ന് പറഞ്ഞ് എനിക്ക് കൊടിവെച്ച കാറും ഈ സംവിധാനവും നിങ്ങൾ തന്നിരിക്കുന്നത് അട്ടർ വേസ്റ്റ് ആണെന്ന് അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഏകദേശ സ്ഥാനാർത്ഥി പട്ടിക ആയി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത് കാണുമ്പോൾ എങ്ങനെയുണ്ട്? കോർപ്പറേഷൻ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമോ? തീർച്ചയായിട്ടും BJPക്ക് വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ട്. അവിടെ സ്ഥാനാർത്ഥികൾ മികച്ചത് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ത്രികോണ മത്സരം ഉണ്ടാകുന്നു. ആ ത്രികോണ മത്സരത്തിൽ നേട്ടങ്ങൾ ആർക്ക് ഏത് പ്രാദേശികമായി കൊയ്യുന്നു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തേത്, വാർഡ് വിഭജനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വെട്ടിക്കോതി തിരിച്ച് മറിച്ച് ഒക്കെ വച്ചിരിക്കുന്നത് LDFന് അനുകൂലമാണെന്ന് വ്യാപകമായ പരാതിയുണ്ട്. ആ പരാതി സത്യമെങ്കിൽ അതെങ്ങനെ വരുമെന്നും നോക്കേണ്ടതുണ്ട്. 32,000 കള്ളവോട്ടുകൾ അല്ലെങ്കിൽ ഇരട്ട വോട്ടുകൾ അല്ലെങ്കിൽ മരിച്ചവരുടെ വോട്ടുകളൊക്കെ ഇവിടെ നിലനിൽപ്പുണ്ടെന്ന് VV രാജേഷ് പറഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി തന്നെയാണ് VV രാജേഷ് പറഞ്ഞിരിക്കുന്നത്. അത് സത്യമാണെങ്കിൽ അതിലും എന്ത് വരുമെന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. 32,000 വോട്ട് തിരുവനന്തപുരം നഗരത്തിൽ എന്ന് പറയുമ്പോൾ 320 വോട്ട് ഒരു വാർഡിൽ വരികയാണ്. ഈ 320 വോട്ടുകൾ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നതിനെ കൂടെ ആശ്രയിച്ചിരിക്കും. ഇത് മാറ്റാനും തിരുത്താനും അവർ പരാതി കൊടുത്തിട്ട് നടന്നില്ലെന്നാണ് VV രാജേഷ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 320 വോട്ടുകൾ നിർണായകമാണ് ഓരോ വാർഡിലും. 320 വോട്ട് കിട്ടുന്ന ആൾക്ക് മിക്കവാറും വിജയിക്കാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെ വന്നു, എങ്ങനെ മാറും, എങ്ങനെ തിരിഞ്ഞു വരും എന്നൊക്കെ ഉള്ളത് നോക്കേണ്ടതുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥിയെ നോക്കി അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ വികസന അജണ്ട വെച്ചിരിക്കുന്നത് നോക്കി വോട്ട് ചെയ്യുകയാണെങ്കിൽ BJPക്ക് മുൻതൂക്കമുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് കോൺഗ്രസും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ട് ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ട്. LDFും അതുപോലെ തന്നെ അവർക്ക് കിട്ടാവുന്നതിൽ മികച്ചതിന് നിർത്തിയിട്ടുണ്ട്. ഇന്ന് വരെ
പിന്നെ ഞാനിതുവരെ കണ്ടിട്ടില്ല ഒരു 10-50 വർഷത്തെ ചരിത്രത്തിൽ CPM ഇങ്ങനെ BJP ചെയ്യുന്നത് പോലെ എല്ലാ സ്ഥാനാർത്ഥികളെ ഒന്നിച്ചു നിർത്തി അവർക്കെല്ലാം താമര ഷാളിന് പകരം ചുവന്ന ഷാൾ അണിയിച്ച് മുദ്രാവാക്യം വിളിച്ചൊക്കെ നിർത്തുന്നത് BJP അതുപോലെ കോപ്പി അടിക്കുകയാണ്. എന്നിട്ട് അതിനിടയ്ക്ക് കുറ്റവും പറയും. അവിടെ പട്ടിയെ കുഴിച്ചിടാൻ ആളില്ല, IPS പട്ടിയെ കുഴിച്ചിടുമോ? എന്ത് നിലവാര തകർച്ചയാണ് ഇവർക്കൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും വിവരമുള്ളവരുടെ വോട്ട് കിട്ടുമോ? എനിക്ക് സംശയമാണ്. ജനപ്രതിനിധി പട്ടിയെ കുഴിച്ചിടണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ടാവും, അവരുടെ വോട്ട് ചിലപ്പം ഇത് വെച്ച് വീഴാം. പക്ഷെ അത് വളരെ വളരെ ന്യൂനപക്ഷമാണ് അത്തരമുള്ളവർ. ഇവിടുത്തെ സിസ്റ്റം ചലിപ്പിച്ച് ആശുപത്രികൾ ഭംഗിയായി നടക്കട്ടെ, ഇവിടുത്തെ സിസ്റ്റം ചലിപ്പിച്ച് കോർപ്പറേഷൻ ഭംഗിയായി നടക്കട്ടെ, അങ്ങനെ റോഡും ഓടയും തോടും ഒക്കെ ശുചിയാക്കാനുള്ളവർ അവിടെ 24 മണിക്കൂറും കോർപ്പറേഷനിലെ ഓഫീസിലിരുന്ന് പ്രവർത്തിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടിയും, അല്ല ഇവരിറങ്ങി തോട്ടിപ്പണി ചെയ്യണമെന്ന് വിചാരിക്കുന്ന വേറൊരു പാർട്ടിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി മാറുന്നതായി ഇവർ തന്നെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. എന്തായാലും പ്രബുദ്ധ അനന്തപുരി എങ്ങനെ തീരുമാനിക്കുമെന്ന് നമുക്ക് ഡിസംബർ 13-ന് അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.